അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുന്ന റേഷ്യോ അനാലിസിസിലെ ലിക്വിഡിറ്റി റേഷ്യോസ് അതേപോലെ സോൾവൻസി റേഷ്യോസ്, ഈ ഒരു റേഷ്യോസിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ആരംഭിക്കുന്നത് ആക്ടിവിറ്റി റേഷ്യോസ് ആണ്. ഓക്കെ, അതിൽ ആക്ടിവിറ്റി റേഷ്യോസിൽ വരുന്ന റേഷ്യോസ് ഏതൊക്കെയാണ്, എന്താണ് ആക്ടിവിറ്റി റേഷ്യോസ് എന്നതിനെക്കുറിച്ചും അതേപോലെ അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോതിനെ കുറിച്ചുമുള്ള വിശദമായിട്ടുള്ള പഠനമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആക്ടിവിറ്റി റേഷ്യോസ്, അതായത് ആക്ടിവിറ്റി റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ടു നോ അബൌട്ട് ഹൗ എഫക്റ്റീവ്ലി ദി റിസോഴ്സസ് ആർ യൂട്ടിലൈസ്ഡ് ഇൻ ദി ഓർഗനൈസേഷൻ. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ്റെ അസറ്റ് യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ റിസോഴ്സസ് യൂട്ടിലൈസേഷൻ എങ്ങനെയാണ്, അതിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ്നെസ് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി റേഷ്യോസിലൂടെ പഠിക്കുന്നത്. ഈ ആക്ടിവിറ്റി റേഷ്യോസ് ആർ അഗെയിൻ ഓൾസോ കോൾഡ് ആസ് എഫിഷ്യൻസി റേഷ്യോസ്, പെർഫോമൻസ് റേഷ്യോസ്, അസറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോസ് ആൻഡ് ഓൾസോ ടേൺ ഓവർ റേഷ്യോസ്. ഇത്രയും പേരുകളിൽ ആക്ടിവിറ്റി റേഷ്യോസിനെ നമ്മൾ അറിയപ്പെടും. ഓക്കെ, അതായത് ഹിയർ these ratios indicate the speed with which the resources are turned over or converted into cash. റിസോഴ്സസിനെ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ സ്പീഡ് എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ടിവിറ്റി റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹിയർ ആക്ടിവിറ്റി റേഷ്യോസ് ആർ ഓൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ടൈംസ്. നമ്മൾ റേഷ്യോസിനെ 4 രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാമെന്ന് പറഞ്ഞു. പേഴ്സൻറ്റേജിൽ പറയാം, പ്രൊപ്പോർഷനിൽ പറയാം, ഫ്രാക്ഷനിൽ പറയാം, ടൈംസിൽ പറയാം. ഹിയർ ആക്ടിവിറ്റി റേഷ്യോസ് ആർ ഓൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ടൈംസ്. ഈ ഒരു ആക്ടിവിറ്റി റേഷ്യോസിൽ വരുന്ന റേഷ്യോസ് മെയിനായിട്ട് 5 എണ്ണമാണ്. ദാറ്റ് ഈസ് ദ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, ഷോർട്ടായിട്ട് നമ്മൾ ITR എന്ന് പറയും. ഇനി സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, അതല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ STR എന്ന് നമുക്ക് പറയാം. സെക്കൻഡ് വൺ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, തേർഡ് വൺ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, then next working capital turnover ratio, then last one fixed asset turnover ratio. ഇത്രയും റേഷ്യോസ് ആണ് വരുന്നത്. ഇതിനെ നമുക്ക് ഓരോ ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി റേഷ്യോസിൽ ഒന്നാമത് വരുന്നത് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, ദാറ്റ് ഈസ് ITR ഓർ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ STR. ഹിയർ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഷോസ് ദി relationship between cost of goods sold and average stock. That is, two components of stock turnover ratios are cost of goods sold and average stock. Here cost of goods sold is calculated by using the equation opening stock plus net purchases plus direct expenses minus closing stock, or മറ്റൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്, നെറ്റ് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഇക്വേഷൻ കൂടെ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എടുക്കാം. ഓക്കെ, ഇനി ഇതിൽ വരുന്ന മറ്റൊരു കോമ്പണൻ്റ് എന്താണ്, ആവറേജ് സ്റ്റോക്ക് ആണ്. ആവറേജ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ എന്താണ്, ആവറേജ് സ്റ്റോക്ക് ആണ്. സ്റ്റാൻഡേർഡ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു എന്താണ്, 8 ടൈംസ് ആണ്. സ്റ്റാൻഡേർഡ് റേഷ്യോ 8 ടൈംസ് ആണ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ റേഷ്യോ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, ദാറ്റ് ഈസ് ഇറ്റ് ഷോസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ആവറേജ് സ്റ്റോക്ക്. അതായത് ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണ്, നമ്മൾ ആക്ടിവിറ്റി റേഷ്യോസിനെ കുറിച്ച് പറഞ്ഞു. റിസോഴ്സസ് ആർ ടേൺഡ് ഇൻ ടു ക്യാഷ് എന്നതിന് അല്ലെങ്കിൽ കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് എന്നതിനെ കുറിച്ചാണ്. അതായത് ഇവിടെ സ്റ്റോക്ക് എത്രത്തോളം അത് എന്തായിട്ടുണ്ട്, കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, അത് റിസോഴ്സ് യൂട്ടിലൈസേഷൻ, സ്റ്റോക്കിൻ്റെ യൂട്ടിലൈസേഷൻ എത്രത്തോളം വരുന്നുണ്ട് എന്നത് അതിൻ്റെ എഫക്റ്റീവ്നെസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നോർമലി എക്സ്പ്രസ് ചെയ്യുന്നത് ടൈംസിലാണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഓൾവേസ് എക്സ്പ്രസ് ചെയ്യുന്നത് ടൈംസിലാണ്. ഇനി നമ്മൾ ഈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഡേയ്സിലോ അല്ലെങ്കിൽ മന്ത്സിലോ ആണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റോക്ക് വെലോസിറ്റി. ദറ്റ് ഈസ് വെൻ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഡേയ്സ് ഓർ മന്ത്സ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ പീരീഡ് അല്ലെങ്കിൽ സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറയും. ഇത് കണ്ടെത്താനുള്ള ഇക്വേഷനാണ് സ്റ്റോക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ എൻ ഇയർ
divided by stock turnover ratio. Okay, number of days or months in a year divided by എന്താണ് stock turnover ratio ആണ്. അതായത് നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 365, ഓക്കെ, അല്ലെങ്കിൽ മന്ത്സ് എന്ന് പറയുമ്പോൾ 12 വരും. നോർമലി നമ്മൾ 360 ഒക്കെയാണ് എടുക്കുക, കാരണം റൗണ്ടഡ് ഫിഗറിലേക്ക് കിട്ടാൻ വേണ്ടി 360 ആണ്. 365 ആണ് എടുക്കേണ്ടത്. അത് നിങ്ങൾ അത് റൗണ്ടഡ് ഫിഗറിലേക്ക് വാല്യൂ കിട്ടണമെങ്കിൽ 360 എടുത്താലാണ് നോർമലി കിട്ടുന്നത്. ഏതാണോ എടുക്കുന്നത് അത് നിങ്ങൾ അവസാനം ഫുഡ് നോട്ടായിട്ട് കൊടുത്താൽ മതി. 360 ആണ് നമ്മൾ എടുത്തതെന്നുള്ളത്. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ വരുന്നത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ അപ്ലൈ ചെയ്തുകൊണ്ട് വരുന്ന ഇക്വേഷൻ ആണ്. ഇനി രണ്ടാമത്തെ ഡയറക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാതെ കാണുന്നതാണ്. സ്റ്റോക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്ത് വരും? ആവറേജ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ എ ഇയർ എന്നുള്ള രീതിയിലേക്ക് വരും. ഇത് ഡയറക്ട്ലി കാണുന്ന ഇക്വേഷൻ ആണ്. ഈ രണ്ട് ഇക്വേഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ ഇത് രണ്ടും ആവശ്യമാണ്. ഓക്കെ, ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. കാൽക്കുലേറ്റ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഓപ്പണിംഗ് സ്റ്റോക്ക് 40,000, പർച്ചേസസ് 1,20,000, carriage on purchases 10,000, sales 2 lakh, closing stock 30,000. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ പറഞ്ഞത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ആണ്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് തന്നത്? 40,000 ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നത്. നെറ്റ് പർച്ചേസ് റിട്ടേൺ പറഞ്ഞിട്ടില്ല, അപ്പോൾ തന്നിരിക്കുന്നത് നെറ്റ് പർച്ചേസ് തന്നെയാണ്. എത്രയാണ്? 1,20,000 പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. കേരേജ് ഓൺ പർച്ചേസ് ഉണ്ട്, അതാണ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. 10,000 തന്നിട്ടുണ്ട്. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ് തന്നത്? 30,000 ആണ് തന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 40,000ഉം 1,20,000, 1,60,000, ദെൻ 10,000, 1,70,000, അതിൽ നിന്ന് 30,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1,40,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ വാല്യൂ കിട്ടും. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? ആവറേജ് സ്റ്റോക്കാണ്. ആവറേജ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡ് ബൈ 2 ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ എത്രയാണ്? 40,000. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 30,000. ദെൻ ഡിവൈഡ് ബൈ 2, ദറ്റ് ഈസ് ഈക്വൽ ടു 70,000 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ആവറേജ് സ്റ്റോക്ക് എത്ര? 35,000 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്തിയിരിക്കുന്നത് 1,40,000 ആണ്. 1,40,000 ഡിവൈഡ് ബൈ 35,000 ആണ് ആവറേജ് സ്റ്റോക്ക് കണ്ടത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. നോർമലി ഇതിനെ ടൈംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അപ്പോൾ 4 ടൈംസ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് വെലോസിറ്റി കൂടെ കണ്ടെത്താം. സ്റ്റോക്ക് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? സ്റ്റോക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ എൻ ഇയർ ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണ്. അതായത് ഇവിടെ നമ്മൾ ഡേയ്സിലാണ് പറയുന്നത് എങ്ങനെ വരും? 365 ഡിവൈഡ് ബൈ 4. മന്ത്സിലാണ് പറയുന്നത് എങ്ങനെ വരും? 12 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 365 ഡിവൈഡ് ബൈ 4 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 91 ഡേയ്സ് എന്ന് കിട്ടും. അത് അല്ലെങ്കിൽ 12 ഡിവൈഡ് ബൈ 4 കണ്ടു കഴിഞ്ഞാൽ, ഓക്കെ, 12 ഡിവൈഡ് ബൈ 4 കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. അതായത് 3 മന്ത്സ്. ഓക്കെ, അതായത് 91 ഡേയ്സ് ഓർ 3 മന്ത്സ് എന്നുള്ള രീതിയിലേക്ക് ആൻസർ വരും. അപ്പോൾ ഇത്തരത്തിലാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്റ്റോക്ക് വെലോസിറ്റി കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക, അതുകൂടെ മനസ്സിലാക്കുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.